പക്ഷെ അവൾക്ക് കൈനീട്ടം കൊടുക്കാൻ എന്നെ നിർബന്ധിച്ചെന്തിനാ? എനിക്ക് ഒന്നിനും സൗകര്യമില്ല. വെറുതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കുറ്റം പറയേണ്ടി വന്ന ഞാൻ പറയും സന്ദീപ്. സന്ദീപ് സ്നേഹയോട് കാണിച്ചത് വളരെ ബോറായിപ്പോയി. എത്ര വലിയ ശത്രുവാണെങ്കിലും ഇതുപോലൊരു അവസരത്തിൽ എല്ലാവരുടെ മുൻപിൽ വെച്ച് അവളെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. ഒരു നല്ല വിഷുവായിട്ട് അവളെ കരയിച്ചില്ലേ? അപ്പോ അവള് ഞങ്ങളോട് ചെയ്തൊക്കെ നീ മറന്നുപോയോ? അല്ല, അവൾ അതിനെ എന്ത് ചെയ്തു എന്നാ? അവക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു. അതിലിപ്പോ എന്ത് തെറ്റാ പറയാൻ പറ്റുക? കൂടെ നിന്ന് ചതിച്ച അവനെ കല്യാണം കഴിക്കാൻ അവൾക്ക് ഒരു കുറ്റബോധവും തോന്നിയില്ലല്ലോ. നന്ദേട്ടൻ ഈ വീട്ടില് അവന് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തതല്ലേ? എന്നിട്ടും അവനത് മിസ്യൂസ് ചെയ്തു. അതിലിപ്പോ ഇത്ര വലിയ തെറ്റൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നും കാണുന്ന ഒരാളെ അവൾ ഇഷ്ടപ്പെട്ടു പോയതില് അവളെ ആർക്കാ കുറ്റം പറയാൻ പറ്റുക? നന്ദേട്ടൻ തന്നെയാ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത്. അതെ, മതി. ഒരു നല്ല ദിവസമായിട്ട് നമുക്ക് ഈ സംസാരത്തെ ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കണം. പിന്നെ ഈ ലോകത്ത് വേറെ ആരും പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ദേ, നിങ്ങൾ ആരൊക്കെ ശ്രമിച്ചാലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ കൈനീട്ടം കൊടുക്കാതിരുന്നത്. പിന്നെ അവള് കരഞ്ഞത്. ഇതൊന്നും കണ്ട് എന്റെ മനസ്സലിയില്ല. ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ കരയിച്ചത് അവള്. നാശം. എന്നിട്ട് അച്ഛൻ അവളോട് ക്ഷമിച്ചല്ലോ. അച്ഛനേക്കാൾ വലിയ വിഷമമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അവളോട് ഇത്ര ശത്രുത? അതോ ഇനി അവള് മരിച്ചാൽ ഈ ശത്രുത മാറുന്നുണ്ടോ? അതിനവള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. കൺമുന്നിൽ ഇങ്ങനെ പന പോലെ വളർന്ന് നിൽക്കുമല്ലേ. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാ. മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോ മാത്രമേ നമ്മൾ ആരാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് ഒത്തുതീർപ്പിലാവുന്നു. പിന്നെയാ രണ്ട് മനുഷ്യന്മാർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും അവരോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. അല്ല, അപ്പൊ നീ അമ്പലത്തിൽ പോകാൻ വരുന്നില്ലേ? തന്നെത്താനങ്ങ് പോയാ മതി. ഇനി ഒരിടത്തേക്ക് പോവാനും സന്ദീപ് എന്നെ വിളിക്കണ്ട. മാറങ്ങോട്ട്. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് നന്ദേട്ടനും ചെയ്തത് ശരിയായില്ല. നന്ദേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷയല്ല. ഒരു നല്ല വിഷുവായിട്ട് അവളെ കരയിച്ചില്ലേ? എന്തൊക്കെ പ്രതീക്ഷകളോടെയാ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത്. നന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഒരാളോട് എന്തെങ്കിലും ഒരു ശത്രുത തോന്നിയ പിന്നെ അതിന്ന് പിന്നെ ഒട്ടും മാറില്ല. സന്ദീപ് നന്ദേട്ടൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നന്ദേട്ടന്റെ നിഴല അവൻ എപ്പോഴും. ധനുഷ് സ്നേഹം വരുന്നില്ല എന്ന് പറഞ്ഞതാ. ഞാനാ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒടുവില് അതിങ്ങനെയായി. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നന്ദേട്ടനെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സന്ദീപിനാണെങ്കിൽ വാശി കൂടുതലോ. ഇനിയിപ്പോ നീ വിചാരിച്ച മാത്രമേ എന്തെങ്കിലും നടക്കൂ. സഹോദരങ്ങൾ തമ്മില് എല്ലായിടത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചെന്നും വരും. എന്ന് വെച്ച് മരണം വരെ ആരും ആ ശത്രുത കൊണ്ട് നടക്കില്ല. ജീവിതം അങ്ങനെ ശത്രുത കൊണ്ട് നടക്കാനുള്ളതുമല്ല. ഇതൊക്കെ ഈ നന്ദേട്ടൻ ഇനി എന്ന് മനസ്സിലാവാനാ? സത്യത്തില് അവള് കരഞ്ഞോണ്ട് പോകുന്ന കണ്ടപ്പോ എനിക്കും സങ്കടം തോന്നി. സച്ചേട്ടാ, ധനുഷിനെ അവള് കല്യാണം കഴിക്കുന്നതിൽ ഞാനും എതിർത്തിട്ടുണ്ട്. കല്യാണം തടയാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുമുണ്ട്. സ്നേഹയോട് എതിർത്ത് സംസാരിക്കുന്നതിന്റെ പരമാവധി എതിർത്ത് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ സച്ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് സ്നേഹ ജീവന. അവളോട് ആരെങ്കിലും മുഖം കറുത്തൊരു വാക്ക് സംസാരിക്കുന്നത് പോലും അച്ഛന് ഇഷ്ടമല്ല. എന്തായാലും അവൾ
അവൾ അവനെ വിവാഹം കഴിച്ചു. ഇനി അവരുടെ വിധി അവരനുഭവിക്കട്ടെ. ഇപ്പൊ ധനുഷ് സ്നേഹയുടെ ഭർത്താവാ. സച്ചേട്ടനെ ആരെങ്കിലും അപമാനിച്ച എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ അവക്കും. ഏതൊരു പെണ്ണിനും സ്വന്തം ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അതിപ്പോ എത്ര ദുഷ്ടനായാലും ശരി. താൻ ചെന്ന് അവളോട് രണ്ടു നല്ല വാക്ക് സംസാരിക്കണം. അതവൾക്കൊരു ആശ്വാസമാവും. സന്ദീപ് കൈനീട്ടം കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാതെ ആ താലത്തിലേക്ക് തിരികെ ഇട്ടപ്പോ സത്യം പറഞ്ഞോ എന്റെ ചങ്കിടിച്ചുപോയി. ഞാനായിരുന്നെങ്കിൽ അവിടെ ബോധം കെട്ട് വീണാന്. അവളുടെ ഏട്ടനല്ലേ? ഏട്ടനെന്ന് പറഞ്ഞ ആരാ? അച്ഛനെ തുല്യല്ലേ? സന്ദീപിനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അതിപ്പം നടക്കും തോന്നില്ല. എന്തായാലും നേരം വിളിക്കട്ടെ. ഞാൻ അവളോടൊന്ന് സംസാരിക്കാൻ സച്ചേട്ടാ. ഈ സന്ദീപിന്റെ ഒരു കാര്യം. സ്നേഹ, എന്താ ഇത്? നിന്റെ ഫേസ് എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് തീരെ വയ്യ ധനുഷ്. ചിക്കൻ ബോക്സാ. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവന്തിക്ക് വിളിച്ച് കാര്യം പറയാം. അവൾ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ധനുഷിനിപ്പോൾ തിരിച്ചു വരാൻ പറ്റുമോ? ഞാനൊരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് നിന്റെ അടുത്ത് ഓടി എത്തണമെന്നുണ്ട്. പക്ഷേ ഞാനവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനിരുന്ന അസുഖം കൂടും. ഉടൻ തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഞാൻ ഇപ്പോൾ അവധിക്ക് വിളിക്കാം. നീ ഫോൺ വെച്ചോ. ഇതെന്താ പതിവില്ലാതെ? ഇന്നലത്തെ ഡോസ് ഏറ്റിട്ടുണ്ട്. ഹലോ അവന്തിക, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താടാ? പണം വല്ലതും ആവശ്യമുണ്ടോ? അതല്ല, സ്നേഹിക്ക് നല്ല സുഖമില്ല. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു. മുഖത്തൊക്കെ ആകെ കുരുക്കളാ. നല്ല വേദനയും കാണും. നീ അവളെ എത്രയും വേഗം ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. അടിപൊളി. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് ചത്തു തൊലഞ്ഞു പോണെന്ന് ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാ. വസൂരി പിടിച്ച് അവള് ചത്തുപോന്നെങ്കിൽ പോട്ടടാ.
നീ രക്ഷപ്പെട്ടില്ലേ? നിർത്തേ. നീ ആരെക്കുറിച്ചാ പറയുന്നത് നിനക്കറിയോ? എന്റെ ഭാര്യയെക്കുറിച്ച് അത് മറക്കരുത്. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം കടല് പോലങ്ങ് ഇളകി മറിയുന്നുണ്ടല്ലോ. നിനക്ക് എന്നെക്കാളും വലുതാണോ അവള്? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇപ്പൊ ദയവ് ചെയ്ത് അവളിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ. വേദന സഹിക്കാൻ വയ്യ ആ പാവത്തിന്. അവന്തിക പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ പറയുന്നത് കേട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ എനിക്ക് സൗകര്യമില്ല. അവന്തിക പ്ലീസ് പ്ലീസ്, അങ്ങനെ പറയരുത്. രോഗം ആർക്കും വരാവുന്നതല്ലേ. അതുപോലെയാണോടാ ചിക്കൻ ബോക്സ്? ആർക്കെങ്കിലും അടുത്തെല്ലാം പറ്റുമോ? പകർച്ചവ്യാധിയല്ലേ? നീ പറയുന്നത് കേട്ട് ഞാൻ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ നാളെ ഇത് എനിക്ക് പകരില്ലെന്ന് എന്താ ഉറപ്പ്? അതുമാത്രമല്ല, അവള് ജീവിച്ചിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. ചോറൂണ് ചടങ്ങിലും വിഷുക്കൈ നീട്ടം തരുമ്പോഴും നടന്നത് ഞാൻ കണ്ടതാ. നിന്റെ ഉള്ളിൽ അവളോട് സ്നേഹം വഴിഞ്ഞങ്ങ് ഒഴുകല്ലേ? നിനക്ക് പണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. അല്ലാതെ അവളെ സഹായിക്കാൻ നീ എന്നെ വിളിക്കണ്ട. അവള് ചത്താലും നിനക്ക് ലാഭമല്ലേ ഉള്ളൂ. ഇത്രയും മനുഷ്യത്തില്ലാത്തൊരു മനസ്സായി പോയല്ലോ നിന്റേത്. ഒരു കാര്യം നീ ഓർത്തോ, ഇത്രയും നാളും ഞാൻ നിന്റെ കൂടെ നിന്നു. നീ പറഞ്ഞതെല്ലാം ചെയ്തു. എന്നിട്ടും എന്റെ ഭാര്യയ്ക്കൊരു വയ്യായിക വന്നപ്പോ അവള് ചാകട്ടെ എന്ന് അല്ലടി. എന്നാലേ നീ ഇതോടി കേട്ടോ, ജീവിതകാലം മുഴുവനും നീ അവളെയും കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. നിന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചുതരാം. അതൊന്ന് നോക്ക്, എന്നിട്ട് തീരുമാനിക്കേ. നിന്റെ ഭാര്യ ചിക്കൻ ബോക്സ് പിടിച്ച് ചാവണോ അതോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കണോന്ന്. ആരെങ്കിലും വിളിച്ച് നീ അവളെ രക്ഷിക്കാൻ പറയുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടുനോക്ക്. ഇത് കാണുമ്പോ നീ എന്നെ തിരിച്ചു വിളിക്കും, എന്നോട് യാചിക്കും, ഞാൻ പറയുന്ന അനുസരിക്കും. നിനക്കിപ്പോ മനസ്സിലായോ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഈ ജന്മം പറ്റില്ലാന്ന്? ഇത് ചതിയാണ്. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? ഇത് പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന നീ അനുസരിക്കണം. സ്നേഹയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നെല്ലിശ്ശേരിയിലെ ഒരാളെ പോലും വിളിക്കാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ആരെങ്കിലും നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. അവന്തിക പ്ലീസ്. വെച്ചിട്ട് പോടാ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നെല്ലിശ്ശേരിയിൽ ആരെയും വിളിക്കാൻ അവന് ധൈര്യം വരില്ല. വിളിച്ചാൽ എന്ത് സംഭവിക്കുന്ന അവന് നല്ലതുപോലെ അറിയാം. അവൾ അവിടെ കിടന്ന് നരകിച്ച് ചാവട്ടെ. ഹലോ സ്നേഹേ, ഞാൻ അവന്തിക്ക് വിളിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവൾക്ക് വരാൻ പറ്റില്ല. അവളവിടെ ഇല്ലെന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
ഞാനൊരു ജോലിക്കാരി അറേഞ്ച് ചെയ്ത് വിടട്ടെ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇനി ധനുഷ് ആരെയും വിളിക്കാൻ പോണ്ട. അതെന്താ? ഹോസ്പിറ്റലിൽ പോകാൻ സഹായത്തിന് ആള് വേണ്ടേ? എന്നെ സഹായിക്കാൻ ഇനി ഒരാളും വേണ്ട. അതിനുള്ള ആള് എപ്പോഴേ വന്നു കഴിഞ്ഞു. വന്നെന്നോ? ആര്? ധനുഷ് വീഡിയോ കോൾ വിളിക്കും, ഞാൻ കാണിച്ചു തരാം. ആരാ വന്നത്? സാധാരണ ഇത്തരൊരവസ്ഥയിൽ ആരും വരില്ല. എല്ലാവർക്കും പേടിയായിരിക്കും. അവന്തികേട്ടത്തെയും അതുകൊണ്ടായിരിക്കും വരാത്തെ. പക്ഷേ ദൈവത്തെ പോലൊരാൾ അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നു. ആരാത്? ഇതാ ഞാൻ കാണിച്ചു തരാം. അർച്ചനയോ? വിശ്വാസം വരുന്നില്ല അല്ലേ? അവന്തികേട്ടത്തിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചനടുത്ത് കേട്ടു. അപ്പം തന്നെ പാവം ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നു. ഇപ്പം എന്നെ നോക്കാനുള്ള ഫുൾ ചുമതല ഏറ്റെടുത്തിരിക്കുക. സ്നേഹേ, വെള്ളം നന്നായിട്ട് കുടിക്കണം. നീ ആരെയാ ഫോണിൽ വിളിക്കുന്നത്? ഏട്ടത്തിയത് ധനുഷ. അർച്ചന മാഡം, അവളെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊന്നും ഓർത്ത് ധനുഷ് വിഷമിക്കണ്ട. എന്തോ ബിസിനസ് ആവശ്യത്തിന് പോയിന്നല്ലേ പറഞ്ഞത്. ധനുഷ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. സ്നേഹയുടെ കാര്യം നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ധനുഷിനിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അത്രയ്ക്കായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള ശത്രുത. എന്ത് ശത്രുത? എനിക്ക് നിന്നോട് അങ്ങനൊരു ശത്രുതയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതെന്റെ കടമയായിരുന്നു. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തു. അത് നിന്റെ ഇഷ്ടം. അതിന് വൈരാഗ്യം വെക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഇതുപോലൊരു അസുഖം വന്നിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിന്നെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? എന്നാലും ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തിക്ക് പേടിയില്ലേ? എന്ത് പേടിക്കാൻ? നമുക്ക് വരാനുള്ള അസുഖം എപ്പോഴായാലും വരും. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വരും, കഴിക്കാനുള്ള മരുന്ന് തരും. അത് കൃത്യമായിട്ട് കഴിക്കണം. അല്ലാതെ ഇതിനൊന്നും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചികിത്സയൊക്കെ ഞാൻ ചെയ്തോളാം. അതിന് അർച്ചനയിടത്തേക്ക് ചിക്കൻ ബോക്സ് ഉള്ളവരെ ചികിത്സിക്കാൻ അറിയോ? ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ കാണുന്നതല്ലേ. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പിന്നെ ഈ ബെഡ് നിറയെ വേപ്പില പറിച്ചു നിരത്തി അതിൽ വേണം കിടക്കാൻ. അതുപോലെ തന്നെ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം വേണം കുടിക്കാൻ. പിന്നെ നിന്റെ ഈ മുഖത്തെ പാടുകളിലൊക്കെ രക്തചന്ദനം അരച്ചു തേക്കണം. ഒരാഴ്ചത്തേക്ക് ഉപ്പില്ലാത്ത കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റൂ. ഉപ്പില്ലാത്ത കഞ്ഞിയോ? അയ്യോ, അതെങ്ങനെ കുടിക്കും? കുടിക്കണം. ഉപ്പ് ചേർത്ത് ഒരാഹാരവും നിനക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി മുതൽ നിന്റെ അസുഖം മാറുന്നവരെ ഞാൻ പറയുന്നതൊക്കെ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഏട്ടത്തി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഇത്രയൊക്കെ ദ്രോഹം ഞാൻ അർച്ചനയിടത്തിയോട് കാണിച്ചിട്ടും എനിക്കൊരാവശ്യം വന്നപ്പോൾ ഏട്ടത്തി വന്നല്ലോ. ഇല്ല,
ഞാനിവിടെ കിടന്ന് ചത്തുപോവേനെ. ദേ നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഞാൻ പോയി നിനക്ക് കുടിക്കാനുള്ള കഞ്ഞി എടുത്തോണ്ട് വരാം. ഉം. ഉപ്പില്ലാത്ത കഞ്ഞി. ശ്ശെ.